അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ബയേഴ്സ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അതൊരു ജോലി സാധ്യതയും കൂടിയാണ്. എന്താണ് ബയേഴ്സ് ഏജൻറ്? അവരുടെ ജോലി എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഒരു കോടതിയിൽ ഒരു വാദിയും പ്രതിയും നിൽക്കുമ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു വാദിയുടെ അടുത്തൊരു വക്കീലും ഒരു പ്രതിയുടെ അടുത്തൊരു വക്കീലും വരും. അങ്ങനെ രണ്ട് പ്രൊഫഷണൽസ് ആണ് ഇവരെ ഈ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ വാട്ട് എവർ ദെയർ ഇൻട്രാക്ഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ വളരെ പ്രിഡോമിനൻ്റ്ലി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ബയേഴ്സ് ഏജൻസി എന്ന് പറയുന്നത്. അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കാൻ നേരത്ത് സെല്ലറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് ഏജൻറ്റും ഒരു ബയറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബയേഴ്സ് ഏജൻറ്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓൾ ദ ഇൻട്രാക്ഷൻസ് നടക്കുന്നത് ബയേഴ്സ് ഏജൻറ്റും സെയിൽസ് ഏജൻറ്റും തമ്മിലാണ്. അതെ, മറ്റത് തമ്മിൽ ആദ്യം അവർ തമ്മിൽ സംസാരിക്കുമോ ബയർ സെല്ലറും തമ്മിൽ? ബയറും സെല്ലറും തമ്മിലുള്ള ഡയറക്ട്ലി ഇൻട്രാക്ഷൻ ഇല്ല. അൺടിൽ ഈ ഒരു സെറ്റിൽമെന്റ് കഴിഞ്ഞ് പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം അവർക്ക് സംസാരിക്കാം. അതുവരെ ബയർക്ക് ചിലപ്പം ഒരു കോൺട്രാക്ട് കിട്ടുന്നത് വരെ ബയർക്ക് അറിയ പോലും ഉണ്ടാവില്ല ആരാണ് സെല്ലർ എന്നുള്ളത്. അത് ആ ഒരു ഇമോഷണൽ ഡിസ്കഷൻ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു മീഡിയേറ്റർ വരുമ്പോൾ ഇതിൽ ഇമോഷൻസ് ഇൻവോൾവ് അല്ല. കാരണം ഒരു വീടെന്ന് പറയുന്നത് അല്ല ഒരു വലിയൊരു ഹൈ ടിക്കറ്റ് പർച്ചേസ് ആണ്. അങ്ങനെ ഹൈ ടിക്കറ്റ് പർച്ചേസിലെ ഒരു ഇൻട്രാക്ഷൻ ഒരു നെഗോസിയേഷനോ അല്ലെങ്കിൽ എന്ത് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ നേരത്തും വി ഡു നോട്ട് വാണ്ട് ഇമോഷൻസ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ചിലപ്പോൾ സൗന്ദര്യ പടങ്ങളാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതെ. അപ്പോൾ ഇത് ഓസ്ട്രേലിയയിൽ ഒരു വളരെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഒരുപാട് വേൾഡിൽ പല ഏരിയാസിലും ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണിത്. പക്ഷേ ഓസ്ട്രേലിയയിൽ കുറച്ചും കൂടി പ്രൊഫഷണലി റൺ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബയേഴ്സ് ഏജൻസി എന്ന് പറയുന്നത്. സോ യു ഹെൽപ്പ് പീപ്പിൾ ടു എന്താ പറയുക ഫൈൻഡ് എ പ്ലേസ് ഓർ യു ഹെൽപ്പ് പീപ്പിൾ ടു ഡു ദ റിമൈനിങ് തിങ്സ്? എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ താമസിക്കാൻ വേണ്ടി അല്ല വീട് വാങ്ങുന്നത്. പലരും പ്രോപ്പർട്ടിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അവർക്ക് താമസിക്കാൻ വീടുള്ളവരല്ലേ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ രണ്ടാമത് വാങ്ങുള്ളൂ? ആയിക്കൊള്ളണമെന്നില്ല. ഇല്ല. ഓക്കെ. കാരണം താമസിക്കാൻ വേണ്ടി വീട് വാങ്ങുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ ഡിസിഷൻ ആണത്. ഓക്കെ. അതിൽ നമ്പേഴ്സിന് വലിയ ഒരു കാര്യസാധ്യതകളില്ല. നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂൾ അടുത്ത് വേണം, അല്ലേ? വലിയ ഫോർ എക്സാമ്പിൾ ഡബിൾ സ്റ്റോറി വീട് വേണം, ചിലപ്പോൾ നല്ല ലൈഫ് സ്റ്റൈലിന് വേണ്ടി ബീച്ച് ഫേസിങ് വീട് വേണം. അങ്ങനെ ഒരു താമസിക്കാൻ വീട് വേണ്ടപ്പോൾ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ നമ്പർ ഓറിയൻറ്റഡ് ആയിട്ടൊരു സാധനമാണ്. നമ്മുടെ അടുത്ത് ഇത്ര എമൗണ്ട് ഉണ്ട്, അതിന് ബാങ്ക് പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സാലറിയുടെ മേലെ ബാങ്ക് ലോൺ തരും. ആ ലോണും നമ്മുടെ ഡെപ്പോസിറ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് ലിവറേജ് ചെയ്തുകൊണ്ട് നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നമ്മൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം നമ്മുടെ കമ്പനി ഇതിനകത്ത് ഈ ഒരു പ്രോപ്പർട്ടി പ്ലാനിങ്ങിനെ സഹായിക്കും. അതിനകത്ത് ഏത് ലൊക്കേഷനിലാണ് ഓസ്ട്രേലിയയിൽ 15,000 മേലെ സബർബുകൾ ലൊക്കേഷൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് സഹായിക്കും. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ അവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ സഹായിക്കും, നെഗോഷിയേറ്റ് ചെയ്യാൻ സഹായിക്കും, സെറ്റിൽമെൻറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടക്കം ഒരു എൻഡ് ടു എൻഡ് സർവീസാണ് നമ്മൾ ഈ കമ്പനി വഴി നമ്മുടെ ക്ലയൻസിന് കൊടുക്കുന്നത്. ഓക്കെ. അതല്ലാതെ നിങ്ങളൊരു പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള സെല്ലേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങനെ നിങ്ങൾ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. ഓക്കെ. അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരൻ വീട് വാങ്ങി, അല്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നു, ഓസ്ട്രേലിയൻസിൻ്റെ കയ്യിലെല്ലാം 1-2 ഇൻവെസ്റ്റ്മെൻറ്റ് വീടുണ്ട്, അതുകൊണ്ട് പലരും പ്രോപ്പർട്ടിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിനൊക്കെ ഒരു ബിഗർ ഗോൾ എല്ലാവരുടെ അടുത്തും വേണം. ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഇറങ്ങാൻ നേരത്ത് ദർ ഹാസ് ടു ബി സം goal or some objective around it. അല്ലെങ്കിൽ പണി പാളിപ്പോവും. ജനറലി ഒരു ഫണ്ടമെൻ്റൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ജീവിക്കാൻ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ് ഉണ്ട്, അല്ലേ? ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു 9 to 5 ജോബാണ്. ആ ജോബിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ദ ഹസ്ബൻഡ് ഓർ ദ വൈഫ്, അതാണ് ആ ഒരു ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓസ്ട്രേലിയയിൽ വരുമ്പോൾ പലർക്കും ഈ ഒരു ഡിപ്പെൻഡൻസി അവർക്ക് ഫീൽ ചെയ്യും. ഈ ജോലി നിന്ന് കഴിഞ്ഞാൽ എന്ത്,
അല്ലേ? അവർക്കൊരു വെക്കേഷൻ എടുക്കണമെന്നുണ്ടെങ്കിലോ, ഒരു 2-3 മാസത്തെ വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഫോറിൻ വെക്കേഷന് പോണം എന്നുണ്ടെങ്കിലോ, ഈ ഒരു ജോബ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വലിയൊരു ഡിപ്പെൻഡൻസിയാണ്. പലരും 10, 20, 30 വർഷം കഴിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോഴായിരിക്കും കാണുക, ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തു, ഏൺ ചെയ്തു, പക്ഷേ അതെല്ലാം സ്പെൻഡ് ചെയ്തു പോയി. ഐ ഹാവ് നോട്ട് ക്രിയേറ്റഡ് എനിത്തിങ് ഫോർ മീ. അപ്പോൾ അങ്ങനെ ഒരു വെൽത്ത് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് ആളുടെ മൈൻഡിലോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ആളൊരു ഒരു ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലോട്ട് നോക്കുന്നത്. അത് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പിലും അങ്ങനെയാണല്ലോ. ഓസ്ട്രേലിയയിൽ വെൻ വി ലുക്ക് ഇൻ ടു ഓൾ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ലിവേഴ്സ്, ലെറ്റ്സ് സേ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലോ, ഗോൾഡ് ആണെന്നുണ്ടെങ്കിലോ, ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലോ, യു ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അതിൽ വളരെ ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാരണം അതിന് പല പല റീസൺസ് ഉണ്ട്. ഒന്ന് മൈഗ്രേഷൻ തന്നെയാണ് അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ. കാരണം ഓസ്ട്രേലിയ വളരെ വെൽക്കമിങ് ആണ് മൈഗ്രൻസിന് വേണ്ടിയിട്ട്. ആൾക്കാർ വരുമ്പോൾ ആൾക്കാർക്ക് പെർമനൻറ്റ് റെസിഡൻസി കൊടുത്ത് ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ കൂടുമ്പോൾ ഇവിടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്ര അധികം സപ്ലൈ ഇല്ല പ്രോപ്പർട്ടികൾക്ക്. എന്നും കഴിഞ്ഞ വർഷങ്ങളോളം ഇവിടെ ഒരു ഹൗസിംഗ് ഷോർട്ടേജ് ആണ് ഓസ്ട്രേലിയയിലുള്ളത്. ഈ പറഞ്ഞ പോലെ പുതിയ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ലൈക്ക് ദ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഹാസ് ഇൻക്രീസ്ഡ്, റൈറ്റ്? ആഫ്റ്റർ കോവിഡ് പല പല റോ മെറ്റീരിയൽസിൻ്റെയും ലേബർ കോസ്റ്റും ഒക്കെ കൂടി കഴിഞ്ഞപ്പം പുതിയൊരു വീട് ഉണ്ടാക്കാനുള്ള എക്സ്പെൻസ് കൂടി. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ പ്രോപ്പർട്ടി മാർക്കറ്റ് കഴിഞ്ഞ 30 വർഷമായി വളരെ സ്റ്റേബിളായി മുന്നോട്ട് ഗ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് ഒരു 10 to 15 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ക്യാപിറ്റൽ ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? അതിൽ നിന്ന് എങ്ങനെ ഇന്നത്തെ സാലറിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു $100,000 ഒരു $150,000 ഇതായിരിക്കും ഇന്നത്തെ അവരുടെ സാലറി. ഈ ഒരു സാലറി എങ്ങനെ അവർക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു പാസീവ് ഇൻകം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇനിഷ്യൽ ഒബ്ജക്റ്റീവ് മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് ചേസ് ചെയ്യുന്നതെന്ന് ആൾക്കാർക്ക് അറിയില്ല.